ഇത്രയും ഡെവലപ്പായിട്ടും ഇൻറ്റിമേറ്റ് കെയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മളൊക്കെ പോകുന്നത്. പക്ഷേ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ ചെയ്യാം. അപ്പോൾ അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മളെല്ലാവരും ഇപ്പോൾ ഫേഷ്യൽ ഹെയർസിനാണെങ്കിൽ ഫേഷ്യൽ റേസേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീനസ് പോലുള്ള ബ്രാൻഡ്, അതാണ് ഗേൾസിന് കൂടുതൽ ഫെമിലിയർ. അതിൻ്റെ റേസേഴ്സാണ് നമ്മൾ അണ്ടർ ആമിലും ഇൻറ്റിമേറ്റ് ഏരിയയിലൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ടെൻഷനാണ്, കട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരുമോ, സേഫ് ആണോ, ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ആ ഒരു കൺസേൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഈസി ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, കാരണം ഓരോ കാര്യങ്ങൾ ത്രൂ ഔട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് അടിച്ച് കാണുവാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ വിട്ടുപോയെന്ന് വരും. പിന്നെ പലരും ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര ഷൈ ആണ്, എല്ലാവർക്കും തുറന്നു പറയാൻ. ഷൈ ആവേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയാണിത്. ഇപ്പോൾ ഷൈ ആവേണ്ട കാര്യമൊന്നുമില്ല. ലേഡീസിനും ജെൻസിനും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണിത്. കൂടുതലും ലേഡീസിനാണ് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കൂടുതലും കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടും കൂടെ എന്തായാലും വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ്റെ തൊട്ട് താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. വൈ ഐ ബോട്ട് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേസേഴ്സ് ആണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ വീനസിൻ്റെ ഒരു പിങ്ക് കളർ, അതായിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നത്. വീനസ് തന്നെ പല വിലയുടെ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ ഒരു അഫോർഡബിൾ വേർഷനിലുള്ള ഒരു സാധനമാണ് ആ പിങ്ക്. അപ്പോൾ അതാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊരു കുറച്ചൊരു 4-5 യൂസ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ട് നമ്മൾ അടുത്തൊരെണ്ണം വാങ്ങിക്കേണ്ടി വരും. അത് ഇന്ന മാസത്തിലാണെന്നൊന്നുമില്ല, ചിലപ്പോൾ അത് അതിൻ്റെ യൂസ് അനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കേണ്ടി വരും. ഭയങ്കര ലെങ്തി പ്രോസസ്സാണ്, മടുപ്പാണ്, ചെയ്യാൻ മടിയാവും, കട്ട്സ് ഒക്കെ വരാനായിട്ട് ഭയങ്കര ചാൻസാണ്. കാരണം അതിൻ്റെ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്. റീസെൻ്റ്ലി ഞാൻ ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ചാർജബിൾ ആയിട്ടുള്ള ഫേഷ്യൽ ഹെയർ റിമൂവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അതുകൊണ്ട് ഇവിടെ ഇതിനും കൂടെ ഒരു സേഫർ വേർഷൻ എന്തുകൊണ്ട് വരുന്നില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം ഫിലിപ്സ് ഇറക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്സിൻ്റെ 1 ബ്ലേഡ് ഇൻറ്റിമേറ്റർ. പിന്നെ ഇപ്പോൾ ഒരു പ്രാവശ്യം ബാറ്ററി റീചാർജ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 30 മിനിറ്റ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും. ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലാണ് ഈ ഒരു ടൂള് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇതങ്ങനെ ഫുൾ വീഡിയോ ആരും ചെയ്ത് ഞാൻ കണ്ടില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 1 ബ്ലേഡ് ഹാൻഡിൽ വരുന്നുണ്ട്. ഇതിൻ്റെ അറ്റത്തായിട്ട് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ വരുന്ന ഒരു ബ്ലേഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബോഡി കോംബ് ഉണ്ട്. ട്രിമ്മാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ലെങ്ത് ഉള്ള ഹെയർ ആണെങ്കിൽ കട്ട് ചെയ്യുന്നത് ഇതും കൂടെ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ USB റീചാർജബിൾ കേബിൾ വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് യൂസ് ആൻഡ് ത്രോ അല്ല, റിപ്പീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും, വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ. പിന്നെ സ്കിൻ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. വയർലെസ് ആണ്, ഈ പറഞ്ഞ പോലെ റീചാർജബിൾ ആണ്. അതൊക്കെയാണ് ഇതിന്റെ ഒരു നല്ല വേർഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൻ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, ബ്ലേഡ് സെറ്റ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഷേവ് ചെയ്യുക. ഇപ്പോൾ അണ്ടർആമിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അണ്ടർആമും അതർ ബോഡി പാർട്സ് ഒക്കെയാണ് അങ്ങനെ ചെയ്യുക. ഇൻറ്റിമേറ്റ് ഏരിയയിലാണെങ്കിൽ സെയിം ഡയറക്ഷനിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതിന്റെ ഈ അറ്റത്തുള്ള ഒരു ബ്ലേഡ്, ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന, നമുക്കിത് ഊരി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഫിക്സ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു പൗച്ചിലൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ചീവിടിൻ്റെ സൗണ്ടാണ്. ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടോ, ലോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് 2 അറ്റത്തും ബ്ലേഡ് വരുന്നതുകൊണ്ട് നമുക്ക് 2 സൈഡും യൂസ് ആക്കാൻ പറ്റും. ഓൾറെഡി ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഓൾറെഡി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഡെമോ കാണിക്കാത്തത്. ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഡെമോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് ഒറ്റ സ്വൈപ്പിന് തന്നെ നല്ല ഡിഫറൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല പ്രോഡക്റ്റാണ്, ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു പ്രാവശ്യം നമ്മളൊരു പൈസ കൊടുത്ത് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലൈഫ് ടൈം ആയിട്ട് എത്ര റേസേഴ്സ് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ. ഒരു വർഷം തന്നെ എത്ര എണ്ണം ഉപയോഗിക്കുന്നത്. അത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിക്കുന്നതായിരിക്കും എന്തായാലും നല്ലത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇത് യൂസ് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു ക്യാപ്പ് ഇങ്ങനെയാണ് വെക്കുന്നത്, കണ്ടോ. പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ഹെയർസൊക്കെ വന്നിങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് അതൊക്കെ പൊക്കോളും. ഇനിയും ഇൻറ്റിമേറ്റ് ഏരിയ യൂസ് ചെയ്തിട്ട് വാട്ടർ
ആയിട്ട് ഇത് ഇപ്പം വെള്ളമൊക്കെ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിലൊക്കെ എന്തായാലും വെള്ളമാവും. അപ്പോൾ ഈ ഒന്ന് തുടച്ചിട്ട് ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് ഇത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പൗച്ചിലോ ബോക്സിലോ എന്തെന്ന് വെച്ചാൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായിപ്പോവും. ഇതൊരു ഇലക്ട്രിക്കൽ ടൂളാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അവനവൻ്റെ മിസ്റ്റേക്ക് കാരണം കേടായിപ്പോവും. അല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ല, അതങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും. ഇല്ലെങ്കിൽ ഈ ബ്ലേഡ് പെട്ടെന്ന് ക്ലാവ് പിടിക്കുമോ, പെട്ടെന്ന് കേടാവോ, അതിൻ്റെ മൂർച്ച പോവുമോ, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ ബോഡി പാർട്ടാണ് ഇൻറ്റിമേറ്റ് ഏരിയ, കുറച്ചും കൂടെ സെൻസിറ്റീവാണ്, കുറച്ചും കൂടെ അവിടുത്തെ സ്കിന്ന് ലൈറ്റായിരിക്കും. അപ്പോൾ ഏത് സ്കിന്നാണെങ്കിലും പ്രഷർ കൊടുത്ത് അല്ലെങ്കിൽ അത് നന്നായിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക. ജെന്റിലായിട്ട് ചെയ്താൽ മതി, സമാധാനത്തോടെ ചെയ്താൽ മതി. മറ്റേ റേസേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും ഒരു ടെൻഷൻ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവത്തില്ല. കാരണം അത് കംഫർട്ടാണ്. അതുകൊണ്ട് ഇത് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഒരു ബോഡി ലോഷനോ മോയ്സ്ചറൈസറോ, ബോഡി ലോഷൻ ഓൾ ബോഡി പാർട്ട് എക്സെപ്റ്റ് ഇൻറ്റിമേറ്റ് ഏരിയ. ഇൻറ്റിമേറ്റ് ഏരിയയിലാണെങ്കിൽ അതിന് പറ്റുന്ന ക്രീമുകളുണ്ട്. അവിടെ തേക്കുന്ന അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം അങ്ങനെ ഉണ്ടാവും. ഇനി അങ്ങനെ ഇൻ കേസ് അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോഴും അത് യൂസ് ചെയ്തെല്ലാം കഴിഞ്ഞ് നീറ്റായിട്ട് എല്ലാം ആക്കിയിട്ട് ഡ്രൈ ആക്കി വെക്കണം. ഇല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരും. ഇത് ഉപയോഗിച്ചാലും അല്ലെങ്കിലും എപ്പോഴും ഡ്രൈ ആക്കി വെച്ചില്ലെങ്കിൽ, ഈ ഒരു സംഭവം എന്നല്ല, എപ്പോഴും ഡ്രൈ ആക്കി വെച്ചില്ലെങ്കിൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇത് ചെയ്യുമ്പോഴും നിങ്ങൾ ഡ്രൈ ആക്കി എന്നൊന്ന് ഉറപ്പ് വരുത്തണം. കാരണം എസ്പെഷ്യലി ലേഡീസ്, നമ്മളുടെ ആ ഒരു ജെനിറ്റൽ ഏരിയ ഇങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി അനുസരിച്ച് നമുക്ക് എപ്പോഴും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് മെന്നിനെ അപേക്ഷിച്ച് ഭയങ്കര കൂടുതലാണ്. ലേഡീസ് കുറച്ചുകൂടെ ആയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെയിൻ ഇല്ല. പിന്നെ മറ്റേ റൈസർ യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും ടെൻഷൻ വരുന്നില്ല. കട്ട് വരുമോ എന്തെങ്കിലും ആവുമോ, എന്തെങ്കിലും മുറിയോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ വേണ്ട. നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഷേവും ചെയ്യാം, ട്രിമ്മും ചെയ്യാം. അങ്ങനെ 2 ബെനിഫിറ്റ്സ് ഉണ്ട്. മറ്റേത് ട്രിം ചെയ്യണം, സിസേഴ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്ക് 2 പർപ്പസ് ഈ ഒറ്റ സാധനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ടൂൾ യൂസ് ചെയ്യുമ്പം ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്. സാധാരണ നമ്മൾ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ടൂൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന് ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സൗണ്ട് ഇതിനും ഉണ്ട്. പിന്നെ ബിഗിനേഴ്സിന് പോലും ഭയങ്കര ഈസിയാണ്. നിങ്ങളിപ്പം ഒരു ടീനേജറാണ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമായി വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു 1 ബ്ലേഡ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു സാധനം കാണിച്ചു തന്നില്ലേ, ഇതാണ് ഇതിന്റെ ബ്ലേഡ്. അപ്പോൾ ഈ ബ്ലേഡ് ഒരു 3-4 മാസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് തുടച്ച് ഡ്രൈ ആക്കി ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാളും കൂടെ നിൽക്കും. പിന്നെ നമ്മുടെ ഒരു യൂസ് അനുസരിച്ച് ഒരു 3-4 മാസമാണ് ഇതിൻ്റെ ഒരു ഇത് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ യൂസ് അനുസരിച്ച് ചിലപ്പോൾ അതിനേക്കാളും കിട്ടുമായിരിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലേഡ് മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റും. ആമസോണിലും മിന്ത്രയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. പിന്നെ ഫിലിപ്സിൻ്റെ സൈറ്റിലും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സിംഗിളായിട്ടൊരു പീസ് വാങ്ങിക്കാം, അല്ലെങ്കിൽ 2 എണ്ണം അടങ്ങുന്ന പാക്കുണ്ട്, 3 എണ്ണം അടങ്ങുന്ന പാക്കുണ്ട്, അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എന്തിറങ്ങിയാലും അതിൻ്റെ ഒരു ചാത്ത സാധനം ഇറങ്ങുന്ന ഒരു മാർക്കറ്റിംഗ് സംഭവത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിലിപ്സിൻ്റെ തന്നെയാണെന്നൊന്ന് ഉറപ്പ് വരുത്തണം, എന്നിട്ട് വേണം വാങ്ങിക്കാൻ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. ഇതെന്തായാലും ഈ ഒരു കോണ്ടന്റിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വേറെ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. വാങ്ങിച്ചപ്പോൾ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, ആരുടെയെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഉണ്ടോ എന്ന്. പക്ഷെ മലയാളീസ് ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടും റൈസറിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഇത്ര നാൾ വാങ്ങിച്ചു കൂടിയ റേസേഴ്സിൻ്റെ ഒക്കെ പൈസ ഉണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആദ്യം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേണം ഇത് ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു യൂസ്ഡ് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയും കൂടെ എനിക്കൊരു കമൻറ്റ് വന്നേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്ന് തന്നെ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സോ ആ ഒരു പോർഷനിൽ അലർജീസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ആക്കിയാൽ മതി. ഒരു യൂട്യൂബിൽ ഒരു ചേച്ചി ചെയ്തു എന്നും പറഞ്ഞിട്ട് നിങ്ങളിത് വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്നില്ല. അപ്പോൾ പ്രോഡക്റ്റ് എന്തായാലും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ എക്സ്ട്രാ റേസേഴ്സ് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ആ ഒരു സംഭവം അതും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇനി അത് യൂസ് എല്ലാം കഴിഞ്ഞിട്ട് അതും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അല്ല ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, വീഡിയോ നിങ്ങളിലോട്ട് എത്തൂല. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.